ഉപ്പളയിലെ KGN അപ്പാർട്ട്മെന്റ് നിർമ്മിതിയിലെ അശാസ്ത്രീയത സംബന്ധിച്ച പരാതിയിന്മേൽ വിജിലൻസ് പരിശോധന നടത്തി. തിരുവനന്തപുരത്തു നിന്നും എത്തിയ ഉദ്യോഗസ്ഥരാണ് മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പരിശോധന നടത്തിയത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. 2011 പണി പൂർത്തീകരിച്ച ഉപ്പള കൈക്കമ്പയിലെ KGN അപ്പാർട്ട്മെന്റിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ മഹമ്മൂദ് കൈക്കമ്പ നൽകിയ പരാതി പരിഗണിച്ചാണ് തിരുവനന്തപുരത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ വിജിലൻസ് ഉദ്യോഗസ്ഥർ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പരിശോധനയ്ക്കെത്തിയത്. 37 ഫ്ളാറ്റുകളാണ് നിലവിൽ അനുവർത്തിക്കേണ്ടുന്ന എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി നിരവധി തവണ മഹമ്മൂദ് പഞ്ചായത്ത് സെക്രട്ടറിക്കും ജനപ്രതിനിധികൾക്കും പരാതി നൽകിയിരുന്നു അത്രേ. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ 2008 പരാതിക്കാരൻ പഞ്ചായത്തിനും ഫ്ളാറ്റ് ഉടമയ്ക്കും നോട്ടീസ് അയച്ചത്. പഞ്ചായത്തിൽ സമർപ്പിച്ച ബിൽഡിംഗ് പെർമിറ്റിന് പുറമെ പരാതിക്കാരന്റെ വീടിന് സമീപമായി 2 നിലകളിലുള്ള 1.5 ഫീറ്റ് കെട്ടിടം നിലനിൽക്കുന്നതാണ് പരാതിക്ക് ആധാരം. കെട്ടിടത്തിന്റെ മലിനജല സോക്കറ്റ് നിർമ്മാണം മൂലം തൊട്ടടുത്ത് താമസിക്കുന്ന തന്റെ കിണറിലേക്ക് മലിനജലം ഉറവയായി പതിക്കുന്നു എന്നതായിരുന്നു മഹമ്മൂദിന്റെ പ്രധാനപ്പെട്ട ഒരു പരാതി. ഈ കൈക്കമ്പലുള്ള ഈ ഫ്ലാറ്റ് 2011 ഇതിന് നിർമ്മാണം പൂർത്തിയായത്. നിർമ്മാണം പൂർത്തിയായതിനിടയ്ക്ക് തന്നെ പല പ്രാവശ്യം പഞ്ചായത്തിലെ പരാതി കൊടുത്തിരുന്നു. പഞ്ചായത്തിന് പരാതി കൊടുത്തിട്ട് അവരൊന്നും ഇതിനെ കൂട്ടാക്കിയില്ല. പിന്നെ അതിന് 2008 വക്കീൽ നോട്ടീസ് കൂട്ടി വിട്ടിരുന്നു ഇവർക്ക്. എന്നിട്ട് യാതൊരു നടപടി ഉണ്ടായില്ല. ഫ്ലാറ്റിൽ സെറ്റ് ബാക്ക് ഇല്ല, തീരെ ഇല്ല. പിന്നെ കാർ പാർക്കിംഗ് ആവശ്യത്തിനില്ല, കാർ പാർക്കിംഗ് ഇല്ല, കാർ പാർക്കിംഗ് ഫെയർ അന്നോസികൾ ഇല്ല. പിന്നെ ഈ കെട്ടിയുടെ 2nd ഫ്ലോറും 3rd ഫ്ലോർ 1.5 ഫീറ്റ് എൻ്റെ സ്ഥലത്തോട് കയറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ മലിനജലത്തിൻ്റെ പൈപ്പ് പൊട്ടിയാലും എൻ്റെ പറമ്പിലാണ് ഇരിക്കുന്നത്. വെള്ളം പഞ്ചായത്തിൽ അലത്തിലൊക്കെ പരാജയപ്പെടുത്തിയിട്ട് മറ്റേ പ്രശ്നത്തിന് പരിഹാരം ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. നിലവിൽ ഫ്ളാറ്റിന് ഫയർ NOC ഇല്ലെന്നും പറയുന്നു. ഇത്തരത്തിൽ തീർത്തും അശാസ്ത്രീയമായി നിർമ്മിച്ച ഈ കെട്ടിടത്തിന്റെ അനധികൃത ഭാഗം പൊളിച്ചു മാറ്റണമെന്നതാണ് പരാതിക്കാരൻ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. പ്രസ്തുത ഫ്ലാറ്റിൽ പഞ്ചായത്തിൽ കാണിച്ചതിനേക്കാളും 10,000 സ്ക്വയർ ഫീറ്റോളം കൂടുതലുണ്ട്. ഈ 10,000 സ്ക്വയർ ഫീറ്റ് ഒരു ടാക്സ് ഒന്നും എടുക്കുന്നില്ല. അത് കാരണം ഞാൻ പരാതിപ്പെട്ടിരുന്നു. ഞാൻ പരാതിപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഇവർ വന്നത് അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇത് നേടിയെടുക്കാനായി കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് നീണ്ട പോരാട്ടത്തിലാണ് മുഹമ്മദ് കൈക്കമ്പ. ന്യൂസ് ബ്യൂറോ, ഉപ്പള.